ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ കണ്ടില്ലേ, രാവിലെ തന്നെ ഞാൻ എനിക്കുമ്പോഴേക്കും മതി വിഷ്ണു സഹസ്രനാമം അതുപോലെ തന്നെ ലളിത സഹസ്രനാമം കൊണ്ടുവച്ചിട്ടുണ്ടാവും. രാവിലെ എനിക്കും അത് കേട്ടോണന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് രാവിലെ പെട്ടെന്ന് സുഖമായിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. കുറച്ച് നേരത്തെ ഞാൻ കേട്ട് കിടക്കും. പിന്നെ അങ്ങനെ എനിക്കും അപ്പം അമ്മയ്ക്ക് ഇന്ന് പണിയില്ല കേട്ടോ. അമ്മയ്ക്ക് ഇന്നലെയൊക്കെ പണിയുണ്ടായിരുന്നു. നമുക്ക് പണിയില്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അമ്മ ഇന്ന് ബലിയിടാനൊക്കെ പോയി രാവിലെ പുലർച്ചെ പോയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം അമ്മ പുലർച്ച പോയി വന്നു. ഇതേ അവിടെ ഉണ്ട് കേട്ടോ. ഞാനിത് എനിക്ക് എൻ്റെതായ കുറച്ച് പണികളുണ്ട്. കുളിക്കണം, പല്ലേക്കണം, ചാടിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആവും കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ കിടന്ന സ്ഥലം വൃത്തിയാക്കിയിടുക. ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണോ, ഞാൻ വിരുന്നിന് നിൽക്കാൻ വന്നതാണോ എന്നൊന്നും എൻ്റെ അമ്മ നോക്കില്ല. നല്ല ചീത്ത പറയൂട്ടോ അത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ പോയാലും നമ്മളത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കിടന്ന ഭാഗം വൃത്തിയാക്കിയിടാൻ നമ്മൾ തനിയെ ചെയ്തു തുടങ്ങും. ഇത് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ആരാണോ ലാസ്റ്റ് എനിക്ക് അവരാണ് ഇത് വൃത്തിയാക്കിയിടേണ്ട സ്ഥലം കേട്ടോ. അപ്പം എപ്പോഴും ചേച്ചി എനിക്കതിനേക്കാളും ഒരു 2 സെക്കൻഡ് മുന്നേ എണീറ്റ് ഓടും. ഇത് മടക്കി വെക്കേണ്ട മടക്കിയിട്ടാ. അപ്പോൾ കൂടുതൽ അവൾ തന്നെയാണ് കേട്ടോ എല്ലാതും ഇത് ക്ലീൻ ചെയ്യുക. പിന്നെ ക്ലീൻ ചെയ്യേണ്ട കാര്യത്തിൽ എനിക്ക് ചെറുപ്പത്തിലൊന്നും വലിയ ഇതൊന്നും നോക്കേണ്ട ആവശ്യം വന്നില്ല. ചേച്ചി അമ്മ തന്നെയാണ് കൂടുതൽ അടിത്തൊട കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് മുറ്റടിയായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയമ്മ എൻ്റെ പണിയുണ്ടായിരുന്നത്. ചേച്ചി അടിച്ചൊരു തുടക്കല്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ശ്രദ്ധിച്ച് നമ്മൾ ഈ കട്ടിൽ ഇങ്ങനെ സൈഡാക്കിയിട്ടില്ല, ആ സൈഡിൽ ഫുള്ള് ചെള്ളി ഇങ്ങനെ പിടിച്ചേക്കാം. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു കേട്ടോ, നോക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തോ വൃത്തികേടാണ് ഇങ്ങനെ ചെമ്പിരിൻ്റെ സൈഡിലൊക്കെ ചെള്ളി. അപ്പം അമ്മ പറയാം, നീ ചാരി ഇരുന്നിട്ടാണ് അല്ലാതെ ആരും ഇരിക്കില്ല എന്ന് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ മുന്നേ ഈ സൈഡ് അങ്ങനെ കേട്ടോ പെട്ടെന്ന് ചെളി പിടിക്കും. അത് ഓൾറെഡി ഇതിൻ്റെ ബാക്കിൽ ഒരു മഞ്ഞ കളർ പെയിൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ചാരുമ്പോഴേക്കും ആ കളർ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ആകെ ചെളി. അമ്മ പറയുന്നുണ്ട് ഇനി ഓണൊക്കെ ആകുമ്പോൾ വെറുതെ നമുക്ക് തന്നെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടി വൃത്തിയാവുമെന്ന്. അപ്പോൾ ഇനി എന്തായാലും ഈ സൈഡൊക്കെ ഓണൊക്കെ ആകുമ്പോൾ ഒന്ന് വൃത്തിയാക്കണം. കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ നമ്മൾ കിടക്കണേൻ്റെ സൈഡ് ഞാൻ അച്ചങ്ങി ഈ ചെമ്മിരുമ്പോൾ ചാരിയിട്ട് കിടക്കുക. പിന്നെ ഞാൻ നേരെ പല്ലേക്കാൻ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. എനിക്ക് സമാധാനം മാത്രമാണ് വേണ്ടത്. കാരണം ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഫാമിലിനെ അല്ല കേട്ടോ, എനിക്കും ആദർശനും മാത്രമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഒരു 4 അബോർഷൻ കഴിഞ്ഞിട്ട് എന്നിട്ടും നമുക്ക് അതിന്റെ റീസൺ എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഒരുപാട് ചെക്കപ്പ് ചെയ്തിട്ടും ഇതുവരെ നമുക്ക് അതിന്റെ എന്താണ് റീസൺ എന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ടെൻഷനും അതുപോലെ തന്നെ വിഷമങ്ങളും ഒക്കെ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടൊരു വിഷമം മാത്രമായിട്ട് അത് ഇവിടെ പറയണമെന്ന് തോന്നി അത് പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈയിടെ നടക്കുന്ന കോൺട്രവേഴ്സിയിലൊന്നും ഇടപെടാൻ ഞാനില്ല. ഒരു കമന്റ് സെക്ഷൻ ഫുൾ എന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്ന രീതിക്കുള്ള കുറച്ച് കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. കൂടെ എൻ്റെ വീട്ടുകാരനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവളൊന്നും ഇല്ലാത്തടത്തുനിന്ന് വന്നതാണ്. എന്നിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, എന്നെ കല്യാണം കഴിച്ച് പോയതും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് തന്നെയാണ്. എന്നാലും ചില കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഞാൻ തീരുന്നു അറിയും, ഞാൻ അങ്ങനത്തെ വ്ളോഗുകളിൽ നിർത്തിയിട്ടോ. കാരണം പാദർശേൻ്റെ ആയാലും ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന ലോങ് വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കത് മെന്റലി ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതിൻ്റെ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് നോക്കാറില്ല. ഒക്കെ ആദർശേൻ്റെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഞാൻ ഇടുന്ന ഷോർട്സ് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് എൻ്റെ ചാനൽ ഭയങ്കര ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ. നമുക്ക് നമ്മുടേതായ ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ലായിട്ട് തോന്നും. എൻ്റെ ആദർശേൻ്റെ ലൈഫിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടവും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ആരും കേട്ടോ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. അഥവാ ഈ പ്രശ്നങ്ങളുള്ളവർ അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഇതിനെ മുകളിൽ വലിച്ചു നീട്ടി പറയാൻ ഒരൊട്ടും തീരെ താല്പര്യമില്ല കേട്ടോ. എല്ലാവരും അവരുടേതായ ലൈഫിൽ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദർശൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. ഏതാണ്ട് 20 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുവരെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ്സ് ഞാൻ എന്തായാലും ഇടാട്ടോ. ഗൈസ് അങ്ങനെ എൻ്റെ പല്ലേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് കുളിച്ച് ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുളിക്കാൻ പോട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ചായ കുടിക്കണം. അമ്മ കൊള്ളിയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. ഇത്രയും നാൾ മടി പിടിച്ച് വയ്യായിരുന്നു. പിന്നെ മടിയും എല്ലാം കൂടിയിട്ട് അവിടെ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ കുറച്ച് കൊളാബിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കാണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് കുറച്ച് നാളായി പറയുന്നു കൊള്ളി പുഴുങ്ങിയതും മീൻകറിയും കൂട്ടി കഴിക്കണം എന്ന്. അപ്പം അമ്മ ഇത് കണ്ട കൊള്ളിയൊക്കെ പുഴുങ്ങിയിട്ട് പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര വേണ്ടയ്ക്ക് കുറച്ച് മതി. അപ്പം ഞാൻ വേറെ പ്ലേറ്റൊക്കെ എടുത്ത് വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചും കൂടി വേവാണ് കേട്ടോ കൊള്ളി. കുറച്ച് നന്നായി വെന്തു ഇങ്ങനെ ഉടയണ രീതിക്കുള്ള കൊള്ളിയാട്ടോ എനിക്കിഷ്ടം. ഇത് കുറച്ച് ബലം ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു ഇതിൽ ഞാൻ കുറേ കഴിച്ചു കേട്ടോ. കൊള്ളിയും അതുപോലെ തന്നെ നല്ല മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ആദർശേട്ടനൊന്ന് വീഡിയോ കോൾ ചെയ്യും. അങ്ങനെ കുറേ നേരം ആദർശേൻ്റെ അടുത്ത് കത്തിയടിച്ച് നിൽക്കും.
ആദർശേട്ട ഇപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ ഇതാ ഇവിടെ വെച്ചെങ്കിൽ കറണ്ടില്ല ഗൈസ്, രാവിലെ പോയതാട്ടോ ഗൈസ്. ഞാൻ വെറുതെ കിടക്കാൻ കേട്ടോ, ഒന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് സെറ്റായി നിന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ കറണ്ടില്ല, അത് കാരണം ഞാൻ അവിടെ പോസ്റ്റായിട്ട് കിടക്കുന്നു. എന്താ വേണ്ട സാമ്പാറുണ്ടല്ലോ, പരിപ്പില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. ഞാന് പരിപ്പില്ലാതെ ഒരു ദിവസം ഞാൻ പരിപ്പിടാൻ മറന്നതാ, പക്ഷെ സാമ്പാർ നല്ല രസമായി. ഗൈസ്, മഴ പെയ്തു തുടങ്ങിയിട്ട് ഇവിടെ. ആകെ കാട് പിടിച്ചു പോയി ഇവിടെയൊക്കെ. സമയം ഒരു 11:30 ആയി തുടങ്ങി കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് സെറ്റായി നിന്നതായിരുന്നു. ഇനിയിപ്പോ കറണ്ട് ഇല്ലാത്ത കാരണം ഉണ്ടാവുമോ കുടിക്കാത്ത പോലുണ്ടല്ലോ എന്റെ മുഖം. അപ്പോൾ അമ്മ ഇത് സാമ്പാർ വെക്കാൻ കേട്ടോ അവിടെ. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഷോക്കേഴ്സ് ശ്രദ്ധിച്ചേട്ടോ, അവിടെ ഞങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഫോട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചിയുടെ ഇത് +2 പഠിക്കുമ്പോഴത്തെ ഫോട്ടോയാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ആദർശേൻ്റെ ഫോട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്താട്ടോ ടൈലിൽ ഞങ്ങളുടെ പിക്ക് വെച്ചിട്ടുള്ള നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ച് ഞങ്ങളുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ്, അച്ഛൻ്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഡിഗ്രി 2nd ഇയറിൽ പഠിക്കുമ്പോഴത്തെ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കേട്ടോ. ഇപ്പോൾ ഇതിലും വെച്ച് നല്ല മാറ്റമുണ്ട് എനിക്ക് ഇതാ. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആകെ കൊളായിട്ടാ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ കറണ്ട് പോയിട്ട് ഒരു 9 മണിക്ക് ആകുമ്പോൾ കറണ്ട് പോയതാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഇന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ഞാൻ രാവിലെ പറഞ്ഞല്ലോ. പക്ഷെ ഒന്നും നടന്നില്ല, ലൈറ്റ് ഇല്ല. ഓൾറെഡി മഴക്കാറായിട്ട് പുറത്ത് പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ആകെ മഴക്കാറും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ കറണ്ട് ഇല്ലാതെ ചാർജ് പെട്ടെന്ന് ഇറങ്ങി. 1% ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റൊക്കെ ഓഫാക്കിയിട്ട് 1%-ൽ ഞാൻ കുറേ നേരം ഓടിച്ചു കേട്ടോ. പിന്നെ കറണ്ട് വരുമ്പോൾ ഏതാണ്ട് 5:30 ആയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീഡിയോ എനിക്ക് സക്സസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഇതേ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെറിയ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ കാണിക്കാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഫുൾ കറണ്ട് ഇല്ല. അന്ന് രാവിലെ കറണ്ട് പോയിട്ട് പിന്നെ വന്നത് രാത്രി 5:45, 6 മണിയാകുമ്പോഴാണ്. അത് കാരണം എനിക്ക് ചാർജ് ഇല്ലാതെ എനിക്ക് ആ വ്ളോഗ് ഫുള്ളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ. അപ്പോൾ എന്തായാലും ഇന്ന് ആദർശേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വ്ളോഗ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരൊറ്റ വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ആര്യക്ക് ഈ വാവിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയില്ലേന്ന്. ആക്ച്വലി ആദർശേട്ടന് 25-ാം തീയതി ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നത് ഡേറ്റിക്ക് ഓർമ്മയില്ലല്ലോ, ഒരു 3 ദിവസം മുന്നെയാണ്. അപ്പോൾ പോരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് പോരണേൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങോട്ട് ആക്കി തന്നാൽ മതിയെന്ന്. പക്ഷേ ആദർശേട്ടൻ അന്ന് പേപ്പറിൻ്റെ വർക്കും അതൊക്കെ ആയിട്ട് ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങോട്ട് ആക്കി തരേണ്ട കാര്യം ബുദ്ധിമുട്ടാവും. അപ്പോൾ 2 ദിവസം മുന്നേലും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. എന്നെ ഇങ്ങോട്ട് ആക്കിയതിന് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ചയോ എത്രയും കൂടെ ആയിട്ടാണ് ഈ 25-ാം തീയതി ക്ലാസ് ഉള്ളത് 28-ാം തീയതിക്ക് മാറ്റിയെന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും 3 ദിവസം ആദർശേട്ടൻ പോസ്റ്റായി. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിങ്ങനെ നീട്ടിപ്പോകുന്നു. അങ്ങനെ 28-ാം തീയതി ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദർശേട്ടൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ. പിന്നെ എന്താക്കി ഭയങ്കര ഗതപ്പ് വരിക സംസാരിക്കുമ്പോൾ. നമുക്കത് ഫീൽ ചെയ്യുമോ എനിക്ക് അറിയണം കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ കാരണം ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് ചെമ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് അമ്മ. ആ ചെമ്പിലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെമ്പാ. ആ ചെമ്പിൽ വെള്ളം അമ്മ വരുമ്പോഴേക്കും ഫുള്ളാക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ എനിക്ക് നല്ലത് കേൾക്കും. അപ്പം അത് കുറച്ചൊക്കെ രാവിലെ കുടിക്കും. പിന്നെ അമ്മ വരാറായ സമയത്തിലാണ് ഞാൻ ഫുള്ളെടുത്ത് കുടിക്കുക. അല്ലെങ്കിൽ അമ്മ നേരെ വന്ന് നോക്കൂ എത്ര കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ചീത്തേക്കും. അപ്പം അമ്മ വരണേക്കാൻ കുറച്ച് മുന്നേ ആകുമ്പോൾ ഞാൻ ഫുള്ള് വെള്ളം എടുത്ത് കുടിച്ചിൻ്റെ വയറാകെ വീർത്ത് എന്തോ ശ്വാസം മൂടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദർശേട്ടൻ എന്തായാലും ഇവിടെ എത്ര പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പഠിക്കുക. സംഭവം ശരിയുണ്ടോ, അങ്ങനെ തന്നെയാണ് പഠിക്കുക. പിന്നെ ഗൾഫിലുള്ളവരൊക്കെ എങ്ങനെയാണ്, പ്രവാസികൾ എങ്ങനെയാണെന്നൊക്കെ ശരിയാണ്. ഒറ്റയ്ക്കുള്ളപ്പോൾ ലൈഫ് എന്ന് പറയാച്ചെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കാക്കുരി ഭർത്താവല്ലേ ഉള്ളൂ, എൻ്റെ കാര്യം മാത്രം അന്വേഷിച്ച് ടെൻഷൻ അടിച്ചാൽ പോരെ. അപ്പോൾ ആദർശേട്ടൻ അവിടെ ഒറ്റയ്ക്കുള്ള സമയം എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്ക് നിൽക്കുക, അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആദർശേട്ടൻ അതൊക്കെ സെറ്റായിട്ട് ഓക്കെ ആയിട്ട് എല്ലാം പഠിച്ചു തുടങ്ങി കേട്ടോ. ഒക്കെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റായി ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ഇതായി. അപ്പോൾ എന്തായാലും ആദർശമായിട്ട് ഇപ്പം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി ഒന്ന് വിളിക്കുന്നത്.
അപ്പോൾ നല്ല മഴയാട്ടോ ഇവിടെ, നല്ല മഴയെന്ന് വെച്ചാൽ നല്ല ഹെവി മഴയാണ്. അപ്പോൾ പതുക്കെ വരികയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇവിടെയൊക്കെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദർശേട്ടൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അമ്മയും അച്ഛനൊക്കെ പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ പോർക്കുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആദർശേട്ടൻ വരണേ. പിന്നെ ഞാൻ അപ്പോൾ വിളിച്ചു പറഞ്ഞു കേട്ടോ പോർക്കില്ലാന്ന്. കാരണം ഞാനൊരു 3 മണി, ഇന്നലെ രാത്രി ആകുമ്പോഴേക്ക് കറക്റ്റ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കിടന്നപ്പോൾ നല്ല സുഖമായിട്ട് നല്ല ഉറക്കം ഉറങ്ങിയതാണ്. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ അച്ഛൻ വിളിച്ചിട്ടുണ്ടായി. അച്ഛൻ ഇങ്ങോട്ട് വരാൻ നിൽക്കണം. അപ്പോൾ അച്ഛൻ പോർക്കും ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴാണ് ഞാൻ ഇരിക്കണേ. എന്നിട്ട് ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയപ്പോൾ മലപ്പുറത്ത് എവിടെയോ ആന മറ്റേ മെയിൻ റോഡിലൊക്കെ ഇറങ്ങി ഓടി എന്തൊക്കെയോ സീനാക്കണത് കണ്ടു. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ ആദർശേട്ടനെ വിളിക്കുമ്പോൾ ആദർശേട്ടൻ്റെ ഫോൺ ബിസി ആട്ടോ. പിന്നെ അച്ഛൻ വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കവറെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ചിക്കൻ്റെ കവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പോർക്കിൻ്റെ കവറാണ്. അങ്ങനെ ആദർശേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദർശേട്ടൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട, ആദർശേട്ടൻ വരുമ്പോഴേക്കും പോർക്കൊക്കെ സെറ്റാക്കി വെക്കാമെന്നൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കേണ്ടത് ഞാൻ ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, എനിക്ക് വിശക്കണം. അപ്പം പറഞ്ഞു ലേറ്റായിട്ട് മാത്രം കഴിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ ഞാൻ എന്നിട്ട് അമ്മ വരുമ്പോഴേക്കും പോർക്ക് വേവിച്ച് വെക്കാം, ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ആക്കി ചിക്കൻ കറി ഞാൻ വെച്ചു. അങ്ങനെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പോർക്ക് ഉണ്ടെങ്കിൽ പോർക്ക് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പോർക്കില്ല, ചിക്കനായിരുന്നു അത്. അപ്പം ഞാൻ തന്നെ ആദർശേട്ടനെ വിളിച്ചോട്ടോ, ആദർശേട്ടാ പോർക്കില്ലാട്ടോ ചിക്കനെ മാത്രമേ ഉള്ളൂ. അപ്പം അതിന് പറ്റിച്ച പോലെ അങ്ങനെയാണ്. എന്തായാലും അച്ഛൻ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും എന്തായാലും അച്ഛൻ സെറ്റാക്കും, എന്തായാലും ഇവിടെ കിട്ടും. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, വൈകിട്ടാകുമ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും അത് സെറ്റാക്കി കൊണ്ടുവരും, എനിക്ക് ഉറപ്പുണ്ടോ. പിന്നെന്താ അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ചിക്കൻ പൊരിക്കേണ്ട അതിലാണ് കേട്ടോ. ഞാൻ ചിക്കൻ പൊരിച്ചാൽ അധികം എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അമ്മ ചിക്കൻ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം അമ്മയ്ക്ക് എന്തായാലും ചിക്കൻ എനിക്കിപ്പോൾ ചീത്ത കേട്ടുള്ളൂ. ചിക്കൻ ഞാൻ കഴുകിയിട്ട് അങ്ങനെ വെച്ചു, വാരണ്ടേ വെള്ളം തോരണ്ടേ, അപ്പം അതിന് വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്കിപ്പോൾ ചീത്ത കേട്ട് ഞാൻ ഇപ്പോൾ വന്നിരുന്ന കേട്ടോ. അപ്പം അമ്മ അതൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ചിക്കൻ കറി ഓൾറെഡി ആയി. അപ്പം എന്തായാലും ആദർശേട്ടൻ വന്നിട്ട് കാണാം കേട്ടോ. ഞാൻ ക്യാമറയ്ക്ക് ഇവിടേക്കാണോ നോക്കി പറയണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുറേ ഇങ്ങനെ പറഞ്ഞു, കുറേ ഇതിക്ക് നോക്കി പറഞ്ഞു. അപ്പം എന്തായാലും ആദർശേട്ടൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഞാൻ നല്ല ദേഷ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ഇങ്ങോട്ട് എത്താറായിട്ടില്ല. എപ്പം ഇറങ്ങിയതാ നോക്ക്. എന്താണെന്നറിയോ എനിക്ക് ദേഷ്യപ്പെടാൻ കാരണം, നമ്മൾ ഒരാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വിചാരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം എത്തുമെന്ന് വിചാരിച്ച് കുറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുക. കുറേ നേരം ഉമ്മർത്ത് വന്ന് നിൽക്കും, എന്നിട്ട് എന്താ വരാത്ത അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആദർശേട്ടൻ എന്നെ കളിപ്പിക്കാൻ നിൽക്കുക. ആദർശേട്ടനോട് വിളിക്കുമ്പോൾ ആദർശേട്ടൻ പറഞ്ഞു ദാടി ഞാൻ അവിടെ എത്തി, ഇതാ വീടിൻ്റെ അവിടെ എത്തി. എന്നിട്ട് എന്താ ആളേനെ ഇങ്ങോട്ട് കാണണ്ടേ. അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്, എന്നാലും ആദർശേട്ടൻ എന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുക. അങ്ങനെ ഞാൻ കുറേ ദേഷ്യപ്പെട്ട് ആദർശേട്ടൻ്റെ അടുത്ത് നീ എന്നെ വിളിക്കേണ്ട, എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആളിതേ വീടിൻ്റെ അവിടെ എത്തിയിട്ട് അപ്പം അച്ഛനിതേ ബേഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അത് ചെയ്ത് പാട്ട് വെക്കുന്ന കാര്യം ഡ്രസ്സോട് എടുക്കണില്ല. അമ്മ ചിരിക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ. അമ്മ ആദർശേട്ടനെ കണ്ട പട പറഞ്ഞത് ഹാവു ക്ഷീണൊന്നും ആയിട്ടില്ല. അമ്മയ്ക്ക് അതായിരുന്നു ഞാൻ ആദർശേട്ടൻ മെലിയോ അവനാകെ ഇതാവോ എന്നൊക്കെയുള്ള രീതിക്കായിരുന്നു കേട്ടോ. പിന്നെ ആദർശേട്ടൻ വരുമ്പോഴേക്കും മിഠായി വാങ്ങിച്ചതാ 2 എണ്ണം. അതിലത്തെ ഒരു മിഠായി ആദർശേട്ടൻ തന്നെ കഴിച്ചു. എനിക്ക് അച്ഛൻ ഇപ്പം അധികം മിഠായികളോട് അധികം ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. മുന്നേക്ക് അച്ഛൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തൊരു ക്ഷീണാന്ന് പറയും ഇത്രയും നേരം. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതേ ആദർശേട്ടൻ്റെ വയറ് ചാടിയെന്ന് എല്ലാവരും ഞങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നന്നായിട്ട് കുമ്പ് ചാടിയ പോലെ. അപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു കേട്ടോ എന്താ ആദർശേ വയറൊക്കെ ചാടിയല്ലോ എന്നുള്ള രീതിക്ക്. പിന്നെ അമ്മ ഇതേ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ കേട്ടോ. അതൊക്കെ പൊട്ടിയതാ മീഷോ. ചോറ് എടുത്തപ്പോ ചോറാണെങ്കിൽ നിങ്ങളിരുന്നോ അച്ഛന് ചോറാണെങ്കിൽ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ കിടന്നു. പിന്നെ രാവിലെ ഞാൻ എനിക്ക് വരുമ്പോൾ ആദർശേട്ടൻ അച്ഛനും ഇതേ പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ.
അല്ല കുളിക്കല, ചായ കുടിക്കാം. കറ ഈ ചേട്ടന് ചേട്ടൻ്റെ ബ്ലോഗിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചായ കൂടെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് അർജു വന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്റെ പാപ്പന്റെ മോനാണ് കേട്ടോ. അപ്പൊ ശരി അർജുനെ ഞാൻ ലോകം മുഴുവൻ വയറലായി. ഇന്നലെ അഷ്ടമിന്റെ കൂട്ടുകാരന്റെ അമ്മ വന്നിട്ട് ഞാൻ അപ്പനറിയാപ്പന യൂട്യൂബിലുണ്ട് ചാനലോട് പോയി പവറാക്കേ. അയ്യോ ഓണാക്കാൻ മറന്നു പോയി വീഡിയോ. അതൊക്കെ കൊള്ളൂല. പോടന്ന് എന്താ ഞാൻ ആനയോ? ഇവിടെ വേഗം തുറക്ക് വേഗം. ചകിരി ഗൈസ്, സാമിയുടെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ. വണ്ടിയുടെ മുകളിൽ കയറ്റി വെച്ചു. വെക്കാ പൊക്കി വെക്കേണ്ടി വരും. അമ്മ ഇരുന്ന് പറയണത് വേറെ ഒന്നുമല്ല കേട്ടോ. എന്നോട് വെളിച്ചെണ്ണ തേച്ച് കുളിക്കാൻ പറയണേ. എന്താ എൻ്റെ തല ഇരിക്കണ കോലം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. ഹലോ, അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആദർശേട്ടനും അച്ഛനും കൂടിയിട്ട് ആമീനെ ഗ്രൂം ജീവിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുറച്ചു നേരം കഴിയും, ഏതാണ്ട് 1.5 മണിക്കൂറൊക്കെ ആവും എന്നിട്ട് പറഞ്ഞേ. ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ചായക്ക് കുടിച്ചു, അങ്ങനെ ഇരിക്കാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര തണവാട്ടോ. അപ്പൊ എനിക്ക് അച്ഛൻ കാലിന്റെ അടിയിൽ കൂടെ തണവ് പെട്ടെന്ന് കയറുക. അപ്പൊ അമ്മ ഇതേ ചെരുപ്പൊക്കെ എന്റെ കട്ടിലിന്റെ അടിയിലായിരുന്നു, അതൊക്കെ തപ്പിപ്പിടിച്ച് എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞാനിത് സബോള അരിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ. അപ്പൊ അമ്മ സബോളയും അരിയേണ്ട സംഭവങ്ങളൊക്കെ എടുത്ത് പറക്കി തരികയാണ് കേട്ടോ. സബോള അരിയാണ് അച്ഛൻ. ഞാൻ പറഞ്ഞു ഇന്നലെ അച്ഛൻ ഒക്കെ എങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നത്. രാത്രി ആകുമ്പോ തന്നെ അച്ഛൻ പോർക്ക് കൊണ്ടുവന്നു കേട്ടോ. എന്തായാലും ഇന്നലെ രാത്രി ആകുമ്പോൾ ഞാൻ ചിക്കൻ കറി വെച്ചപ്പോൾ ഇന്ന് വെക്കാന്ന് വിചാരിച്ചു. അമ്മ വയ്ക്കേണ്ട പോർക്ക് അടിപൊളി കേട്ടോ. എന്തായാലും സബോള ഞാൻ നന്നാക്കി എടുക്കട്ടെ. ചേച്ചില്ലേ ഒടുക്കത്തെ തണുപ്പ്, അവിടെ തണുത്തിട്ട് കാലിങ്ങനെ കൂച്ചി പിടിക്കുക. അപ്പൊ ഞാന് ഇവിടെ മുന്നകത്തിട്ടായിരുന്നു ചെരുപ്പ് കട്ടിലിന്റെ അടിയില്ല. അപ്പൊ തപ്പി പിടിച്ച് അമ്മ എടുത്തത് അതിട്ടപ്പോ ഒരു സുഖം. ചെരുപ്പടാതെ തീരെ നടക്കാൻ പറ്റുന്നില്ല. സബോള ഉണ്ടല്ലോ, എനിക്ക് മറ്റേ ഒരിക്കണ സംഭവം ഉണ്ടല്ലോ, അവിടെ ഇവിടുത്തെ ബ്ലേഡ് പൊട്ടിപ്പോയി. എനിക്ക് അതൊന്നും ഒരച്ചിട്ട ശീലമുള്ളൂ. ചെറുതാക്കി അതിലെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. കരിഞ്ഞവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പോർക്ക്
പോർക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചല്ലേ? ഇതിപ്പോ നിങ്ങള് അരിഞ്ഞിട്ടാ വേവിച്ചു തോന്നണു? അല്ലെങ്കിൽ അത് വലിയ പീസായിട്ട് വേവിച്ചതിന് ശേഷമല്ല മുറിക്കാറ്? ഗൈസ്, അപ്പൊ ആദർശേട്ടൻ ആമീനെ ഗ്രൂം ചെയ്തിട്ട് സാധനം ഇവിടെ തൂക്കിയിട്ടിട്ട് എന്തോ കേട് റെയിൻകോട്ട് അച്ഛൻ്റെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് തോന്നണു. അപ്പൊ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. 1 മണിയായിട്ട സമയം. അവര് ഇപ്പൊ ഇത്ര സമയം കണ്ടാണ് വന്നേക്കുന്നത്. കുറെ ടൈം എടുത്തു തോന്നണു മുടി കെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു 9 മണിക്ക് ആകുമ്പോൾ പോയത് തോന്നണു. അപ്പോൾ 1 മണി ആകുമ്പോഴായിട്ട് അവിടെ എത്തണം. ഇവിടെ എത്താറായി വേണ്ട ആദർശായിട്ട് അപ്പോൾ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ നമ്മള് ആമീനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടാ. എന്താവും കോലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അമ്മ അവിടെ എത്തി. ആമിയുടെ മുകളിൽ ഞാൻ ക്യാമറയ്ക്ക് ഞാൻ നോക്കണില്ല. അച്ഛൻ നടന്നു വരുന്നുണ്ട്. അവളെ ഇത്തനുള്ള വീഡിയോ എടുക്കണം. അയ്യേ, ആമിയെ എടി ആരാണീ എടി? ആമിയെ ആമിയെ ആമി സിംബാനോ വരുമ്പോ സിംബ ഇങ്ങനെ ആയിരുന്നില്ലേ മുഖം? കൊല്ലി വിളിക്കലാക്കല്ലേ, കുറച്ച് കയ്യിലാണ്, കുറച്ച് റെസ്റ്റ് കൊടുക്കും. സുന്ദരിയാണോ? അവിടെ മസാജ് ചെയ്ത് നോക്കല്ലേ? ബാലിയാനാണ് ഒച്ചട പറഞ്ഞ ബാലിയോട് പോയാൽ ആന്റീനെ പോലെ ചെറുതായി പോകും. അതവൾക്ക് കടിക്കണം. അവള് ചെന്നിട്ട് എന്തോ സാധനം ഇങ്ങനെ വിരിഞ്ഞിക്കാൻ പോലെ. എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാണ് കേട്ടോ. അമ്മ ആദർശാണ്ട് നാളെ കൊണ്ടുപോകേണ്ട ഡ്രസ്സോടെ കഴുകിയിട്ടത് തിരുമ്പിയിട്ട് ഇപ്പൊ വെയിലുണ്ട്, വെയിലത്ത് ഉണക്കാട്. NCS Tamil BGM. ഞാൻ കൂട്ടിക്കൊടുക്കട്ടെ, ഉറക്കം വരുന്നു. പിന്നെ ഇതാ ഉറങ്ങിയിട്ട് ഇരിക്കുമ്പോഴേക്കും അമ്മ ഇതേ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടോ. അപ്പോൾ ചിപ്സ് പിന്നെ മധുരമുള്ള മിച്ചറുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഇപ്പോൾ അത് കഴിച്ചിട്ട് ഞാൻ കഴിച്ചു കൊടുക്കുന്നുണ്ടപ്പോൾ ആദർശേണ്ണ ഉപ്പ് ഇഷ്ടമായി തുടങ്ങിയിട്ട് ആദർശേണ്ണ അത് കുറച്ച് കഴിക്കാറുണ്ട്. പിന്നെ ഇതേ കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഹൈ ഗൈസ്, രാവിലെ സ്കൂളിൽ നിന്ന് മുടി കെട്ടാൻ പറഞ്ഞയച്ച മുതലാണ് കേട്ടത്. എന്റെ ഫ്രണ്ടത്തെ മുടി ഒന്നും എന്റെ പോയിട്ടില്ലല്ലോ. ഫ്രണ്ടിൽ അങ്ങനെ തന്നെയാണ്ടാ, സൈഡ് മാത്രം എടുത്തുള്ളൂ. അത് പിടിക്കില്ലേണ്ടാ, ഇങ്ങനെ പിടിച്ച പോലെ ഉള്ളൂ.
സുള്ളനായി നോക്കട്ടെ ബാക്ക് തിരിഞ്ഞേ അമ്പി മൊട്ടടിച്ച പോലെയല്ലോ ബാക്കിലാണ് അങ്ങനെ സീറോയിലെടുത്തു. നീ ഇവിടെ അരിമ്പടുത്ത് പോയിട്ട് പറ്റിയേ ഉറക്കാഞ്ഞ പോകാൻ ചത്ത പൈസ ലാഭിക്കാലോ, പൈസ ഫുഡ് അടിക്കാലോ. നല്ല മോൻ. ഹലോ, അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം നോക്കുമ്പോഴാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് അർജ് പോയതിന് ശേഷമുള്ള ഒരൊറ്റ വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പകുതിക്ക് വെച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തായാലും വ്ലോഗ് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് പണിയുണ്ട്. അമ്മ ഉച്ചയ്ക്ക് വരും കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് പണി. അപ്പോൾ ആദർശേട്ടൻ രാവിലെ പോയി 8 മണി 8:15 ഉള്ളിൽ ആദർശേട്ടൻ പോട്ടോ. അപ്പോൾ ആദർശേട്ടൻ വീട്ടിൽ നിന്ന് ഡെയിലി പോയി വരികയാണെന്ന് ഇവിടുന്ന് 1 മണിക്കൂർ ദൂരമല്ലോ കേട്ടോ പോയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം അവിടെ സ്റ്റേ ചെയ്യാൻ PGയും ഹോസ്റ്റലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി എഫോർട്ടബിൾ ആവുക വീട്ടിൽ നിന്ന് പോയി വരണതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫുഡായാലും ഇവിടുന്ന് ചായ കുടിച്ച് ചോറ് കൊണ്ടുപോകാം. വീട്ടിൽ നിന്ന് രാത്രി ആകുമ്പോൾ ഇവിടെ വരും ചെയ്യാം. 3 മണി വരെ ക്ലാസ് കിട്ടും. അപ്പോൾ തിയറി ക്ലാസ് 3 മണി വരും. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ 4 മണി 4:30 വരെയൊക്കെ ഉണ്ടാവും. എന്നാലും ഇവിടേക്ക് ഒരു 5:30-6 മണിയുടെ ഉള്ളിൽ വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് പോയി വരാതെ നല്ലത്. അപ്പോൾ എന്തായാലും അങ്ങനെ പോയി വരാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ നേരത്തെ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 8 മണി 8:15 ഉള്ളിൽ പോയാൽ മതി. എന്തായാലും എൻ്റെ വീട്ടിൽ 7 മണിയാകുമ്പോഴേക്കും ചോറും കറിയും ചായക്കടി ഒക്കെ ആവും. കാരണം അച്ഛൻ 7 മണിയാകുമ്പോൾ പണിക്ക് പോകും. അപ്പോൾ ചെറുപ്പം തൊട്ടേ ആ സമയമാകുമ്പോഴേക്കും എല്ലാതും ആവും. അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് രക്ഷപ്പെട്ട് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അമ്മ എല്ലാം സെറ്റാക്കി വെക്കും. അത് കാരണം എനിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയും ലോങ് വീഡിയോസൊക്കെ മെസ്സേജ് ഇങ്ങനെ ഇൻസ്റ്റയിൽ വരുന്നുണ്ട്, ലോങ് വീഡിയോസ് ഇട്, എന്താടാത്തന്നൊക്കെ. ഒന്നാമത് ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണിലെ സംഭവം നെറ്റ് വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ചടപ്പാവും. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബൈ.